ഹരി ഓം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. 58, 59. മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകം ഗതി ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തശ്ചക്രഗദാധര വേദസ്വങ്കോചിത കൃഷ്ണോ ദൃഢസംഘർഷണച്യുത വരുണോ വാരുണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമന. ഇന്നത്തെ നാമം 543 ഗഭീര. ഗഭീര എന്ന് വെച്ചെങ്കിൽ ഗാംഭീര്യം എന്ന ഗുണമുള്ളവൻ അർത്ഥം. ആഴം കാണാൻ കഴിയാത്തവൻ, അൺഫാതമബിൾ, സാക്ഷാത് സ്വരൂപം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തവൻ അർത്ഥം. ബുദ്ധിമുട്ടുള്ളവൻ, പറ്റാത്തവനല്ല, ബുദ്ധിമുട്ടുള്ളവൻ. ഭഗവാന്റെ ജ്ഞാനം, ഐശ്വര്യം, ബലം തുടങ്ങിയിട്ടുള്ള സിദ്ധികളൊക്കെ ഉണ്ടല്ലോ. ആ സിദ്ധികൾ എല്ലാം ഓരോന്നും പരിപൂർണമാകയാൽ ആർക്കും തന്നെ അത് മുഴുവൻ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ കഴിയില്ല. ഐശ്വര്യത്തിനെ കുറിച്ചായാലും ശരി, വീര്യത്തെക്കുറിച്ചായാലും ശരി, ജ്ഞാനത്തെക്കുറിച്ചായാലും ശരി, ബലത്തെക്കുറിച്ചായാലും ശരി, ഇതെല്ലാം പൂർണ്ണത വന്ന് നിൽക്കുന്നതാണ് ഭഗവാൻ. പകുതി പകുതിയല്ല, കുറച്ച് ബലം, കുറച്ച് ഐശ്വര്യം, അല്പജ്ഞാനം, അല്പ ഐശ്വര്യവും അല്പബുദ്ധിയൊന്നുമല്ല, അല്പബലമൊന്നുമല്ല. എല്ലാം പൂർണ്ണനാണ്. എല്ലാ ആസ്പെക്ട്സിലും പൂർണ്ണനാണ്, കംപ്ലീറ്റ് ഇൻ ഓൾ ആസ്പെക്ട്സ്. അപ്പം അങ്ങനെയുള്ളവർ അങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണവും ഒരു ഐശ്വര്യവും നമുക്ക് പൂർണ്ണമായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് പെർസെപ്ഷൻ വളരെ വളരെ ലിമിറ്റഡാണ്. നമ്മളുടെ കയ്യിൽ അത് അളക്കാനുള്ള ഉപകരണങ്ങൾ. അദ്ദേഹത്തിൻ്റെ ബുദ്ധി അളക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി വേണ്ടേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ എമോഷൻസ് നമ്മളുടെ മനസ്സുകൊണ്ടല്ലേ അളക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പൊന്തി വരുന്ന എമോഷൻസ് നമ്മളുടെ മനസ്സുകൊണ്ട് അളക്കാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ ശരീരം നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? അല്ല. കാരണം നമ്മളുടെ ഉപാധികളൊക്കെ വളരെ വളരെ പരിമിതമായിട്ടുള്ളതാണെന്ന് അർത്ഥം. അല്ലേ? ചെറിയ പൂരപ്പറമ്പിൽ നിന്ന് കിട്ടുന്ന ഈ ടെലസ്കോപ്പില്ലേ, 6 അണ, ഇത് തൊട്ടാൽ 6 അണ. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഏതായാലും 6 അണ. അപ്പോൾ ഈ 6 അണ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയ വിലയുള്ളതാണ്. അതുകൊണ്ട് ഒരു ടെലസ്കോപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ, ആ ടെലസ്കോപ്പ് ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ആളെ കാണാതെ മാത്രം കഷ്ടിച്ച് അത്രന്നെ. വേറെ പോയാലും പ്രധാനമൊന്നുമില്ല. മാഗ്നിഫൈ ചെയ്തും കാണില്ല, ഒന്നും കാണില്ല. വെറുതെ അങ്ങനെ കണ്ണിൽ വെച്ച് ഇങ്ങനെ അടുത്തുള്ള ആളെ കാണാം. കുട്ടികൾക്ക് അതൊരു രസമാണ്. ഇനി അതെടുത്തിട്ട് നമ്മൾ സൂര്യബിംബത്തിനും ചന്ദ്രബിംബത്തിനൊക്കെ നോക്കി എന്താ കാര്യം? കിട്ടുമോ? ഇല്ല. അപ്പം നമ്മളുടെ ഉപാധികൾ വളരെ വളരെ ലിമിറ്റഡാണ്. അതുപോലെ ഭഗവാന്റെ ഐശ്വര്യം ഗംഭീരമായിട്ടുള്ള കാരണം ഓരോ ഗുണങ്ങളും ഓരോ ഐശ്വര്യങ്ങളും. ഭഗവാന്റെ ഐശ്വര്യത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ എവിടെ പറ്റണം? പറയാൻ തന്നെ എന്താ പറ്റുക നമുക്ക്? കാരണം ഭഗവാന്റെ ഐശ്വര്യം അല്ലാതെ എന്താ ഈ ലോകത്തിലുള്ളത് വേറെ? എന്ത് തന്നെ ആയാലും അത് ഭഗവാന്റെ വിഭൂതിയല്ലേ ലോകത്തിൽ. എന്ത് തന്നെ നടക്കുന്നുണ്ടെങ്കിലും, ഞാൻ ഈ സംസാരിക്കുന്നു, നിങ്ങളിത് കേൾക്കുന്നു, ഇതെല്ലാം എല്ലാം ഭഗവാന്റെ വിഭൂതി തന്നെ. ഇത് മനസ്സിലാക്കണം നമ്മൾ. അല്ലാണ്ട് അത് അളക്കാൻ പോയിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഗഭീര എന്ന് പറയാൻ കാരണം. അപ്പോൾ ആകപ്പാടെ നമുക്ക്
നമ്മളുടെ മനസ്സുകൊണ്ട് പറയാൻ പറ്റുന്നൊരു കാര്യം എന്താ, അദ്ദേഹത്തിൻ്റെ വിഭൂതി കേൾക്കുന്നവർക്കും അതിനെപ്പറ്റി പറയുന്നവർക്കും, മനസ്സിലായില്ലേ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും ഒക്കെ ഒരേ ഒരു ഫീലിങ്ങേ ഉള്ളൂ മനസ്സിൽ ഭഗവാന്റെ വിഭൂതിയെക്കുറിച്ച് പറയുമ്പോൾ. ആശ്ചര്യവത് പശ്യതി കശ്ചിദേന ആശ്ചര്യവത് വദതി തഥൈവ ചാന്യ ആശ്ചര്യവച്ചൈനം അന്യശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കിഞ്ചേത്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേന, സുഗ്രഹേ വിഗ്രഹേതെ. ഗുരുവായൂരൊക്കെ പോയിട്ട് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള ബിംബം കണ്ടാൽ തന്നെ നമുക്ക് എന്താ ആശ്ചര്യമായി, എന്താ അലങ്കാരം അല്ലേ. അപ്പോൾ കാണുന്നവന് ആശ്ചര്യം, ഭഗവാന്റെ രൂപമാണ് കാണുന്നത്. തത്താവത് ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ അന്തഭാഗ്യം ജനാന. അപ്പോൾ ആ വിഗ്രഹം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ അലങ്കാരം അടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ദീപാരാധനയൊക്കെ കഴിഞ്ഞ് ആ ഒരു വിഗ്രഹം, ചെറിയ വിഗ്രഹം, ഭഗവാന്റെ വിഭൂതിയിൽ ഒരു ചെറിയൊരു അംശമാണത്. ആ മേശാന്തിക്ക് എന്താ അദ്ദേഹത്തിൻ്റെ കൈവിരുത് കൊണ്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നത്. അത് കാണുമ്പോൾ തന്നെ എന്താ രസം, എന്താ നമുക്ക് അതിന് കിട്ടുന്ന അനുഭൂതി, ആശ്ചര്യം തന്നെ. അപ്പോൾ കാണുന്നവൻ ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ, അല്ലെങ്കിൽ ഭഗവാന്റെ സ്വരൂപമല്ല, ഭഗവാന്റെ വിഭൂതിയിൽ ഒരംശം കാണുന്നവർക്ക് എന്താ, ആശ്ചര്യവത് പശ്യതി കശ്ചിദേന, ആശ്ചര്യം പ്രകടിപ്പിക്കും. എന്താ അത് കഥ. ഗുരുവായൂർ നമ്മുടെ തിരുപ്പതി ഭഗവാന്റെ ആ ദർശനം നോക്കൂ, അല്ലെങ്കിൽ പത്മനാഭസ്വാമിയുടെ ആ അനന്തശയനം ഒന്ന് നോക്കൂ, എന്താ കഥ. ആശ്ചര്യവത് പശ്യതി കശ്ചിദേന ആശ്ചര്യവത് വദതി തഥൈവ ച അന്യ. അതിനെ കുറിച്ച് പറയുന്ന ആൾക്ക് എന്താ പറയാനുള്ളത്, ആശ്ചര്യം തന്നെ. സപ്താഹത്തിനൊക്കെ പോയിട്ട് ഭഗവാന്റെ വിവരണങ്ങളൊക്കെ കേൾക്കുമ്പോഴേ പറയുമ്പോഴേ എന്താ പറയുന്ന ആളുടെ ഒരു എമോഷൻ, എത്ര ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം പറയണത്. ആഞ്ഞത്തിൻ്റെ സപ്താഹത്തിനൊക്കെ പോയി കേട്ടിട്ടില്ലേ നിങ്ങൾ, എന്താ അദ്ദേഹത്തിന് അതിലങ്ങോട്ട് കൊണ്ട് ആകെ ആശ്ചര്യം എന്നല്ലാണ്ട് അദ്ദേഹത്തിനൊന്നും പറയില്ല. ആശ്ചര്യവത് വദതി ത്വദൈവ ചാന്യ, പറയുന്നവനും ആശ്ചര്യം തന്നെ. ആശ്ചര്യവശ്ചൈനം അന്യശൃണോതി, എന്നത് കേൾക്കുന്നവർക്കോ അതിലേറെ ആശ്ചര്യം. ഇങ്ങനെ കേട്ടിരിക്കുക, 7 ദിവസം അങ്ങനെ സപ്താഹം കേട്ടിരിക്കുക, എന്താ രസം, എന്തൊരാശ്ചര്യം അത്. ദാഹമില്ല, വിശപ്പില്ല, ഒന്നുമില്ല, ഇങ്ങനെ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ നുഴഞ്ഞിരിക്കാം. ഒരു വിശപ്പില്ല, ദാഹമില്ല, ഉറക്കമില്ല, ക്ഷീണമില്ല, ഒന്നുമില്ല അല്ലേ. എത്ര നേരം വേണേ ഇങ്ങനെ കേട്ടിരിക്കാം. അവസാനം നമ്മൾ മുത്തശ്ശിമാരൊക്കെ എന്താ പറയുക, ഭഗവാന്റെ ലീല എന്ന് പറഞ്ഞിട്ട് ആശ്ചര്യം, കേൾക്കുന്നവന് ആശ്ചര്യം. ശ്രുത്വാപ്യേനം വേദന ചൈവ കിഞ്ചിത്. എന്നാൽ ചിലരോ ഇത് കണ്ടാലും ശരി, കേട്ടാലും ശരി, പറഞ്ഞാലും ശരി, യാതൊരു ആശ്ചര്യം പ്രകടിപ്പിക്കാണ്ട് അങ്ങനെ ചിക്കുണ്ടാവും ചിലവർ. അവരുടെ വിധി നല്ലാണ്ടപ്പോൾ എന്താ നമ്മൾ പറയാം. ചിലവരങ്ങനെയുണ്ട്, ഇതൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആശ്ചര്യവത് പശ്യതി കശ്ചിദേന ആശ്ചര്യവത് ത്വദിതി തഥൈവ ചാന്യ ആശ്ചര്യവത് ചൈനം അന്യശൃണോതി ശ്രുത്വാപേനം വേദന ചൈവ കിഞ്ചിത്. എവിടുന്നത് ശ്ലോകം അറിയോ? ഭഗവത്ഗീത എന്ന്. അതിലില്ലാത്തൊന്നുമില്ല, അത് വേറൊരു ആശ്ചര്യം. 2-ാം അധ്യായത്തിലെ ശ്ലോകമാണത്. ആശ്ചര്യം. ആശ്ചര്യമട്ടിവനെ കാണുമേകൻ ആശ്ചര്യമട്ടോതിടും മറ്റൊരുത്തൻ ആശ്ചര്യമട്ടന്യനോ കേട്ടിരിക്കും കേട്ടാലും ഇങ്ങറിയില്ലൊട്ടുമന്യൻ. തമ്പുരാൻ്റെ തർജ്ജമ എങ്ങനെയുണ്ട്? ആശ്ചര്യമട്ടിവനെ കാണുമേകൻ, ഇവനെ കാണുന്നവൻ ആ വിഭൂതിയുടെ ഒരു ചെറിയൊരു ഭാഗമായിരിക്കുന്ന വിഗ്രഹത്തിൽ അലങ്കാരം ചെയ്തിരിക്കുന്ന ഭഗവാനെ കാണാൻ തന്നെ ആശ്ചര്യമട്ടിവനെ കാണുമേകൻ. മട്ടിലല്ലാണ്ട് അവനെ കാണാൻ പറ്റില്ല. ആ സ്വരൂപത്തിന് നമുക്ക് ആ ഒരു വികാരം അല്ലാണ്ട് കാണാൻ പറ്റില്ല. ഒരു എന്തെന്നാ പറയുക, ഇംഗ്ലീഷുകാരൊക്കെ പറയില്ല, ഒരു വാവ് ഫീലിംഗ് അല്ലേ. ആ ഒരു ഫീലിംഗാണ് വരിക നമുക്ക് അല്ലേ.
കാണുമ്പോൾ ആശ്ചര്യമൊട്ടോതിടും മറ്റൊരുത്തൻ. വേറൊരാൾ പറയണത് കേട്ടാലോ ഭഗവാനെ കുറിച്ച്, ഓ എന്താ ആശ്ചര്യം, എന്താ ആശ്ചര്യം. പറയുന്ന ആളെ കുറിച്ചല്ല, ഭഗവാന്റെ ആശ്ചര്യം അതാണ്. അല്ലാണ്ട് പറയുന്ന ആളുടെ ആശ്ചര്യം അവിടെ ഇരിക്കട്ടെ, ഇതൊക്കെ വളരെ പരിമിതമായിട്ടുള്ള ആശ്ചര്യങ്ങളാണ്, അതൊന്നും കൂട്ടണ്ട. പറയുന്ന സബ്ജക്റ്റ് ആ ഓ എന്താ പറയുന്നത് കേൾക്കാൻ അസാമാന്യ ആശ്ചര്യമാണ്. ഭഗവാനെ കുറിച്ച് പറയുന്നത് അങ്ങനെ കേൾക്കാൻ വളരെ രസം. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം. അല്ലേ? കാവ്യം സുഗേയം, രാമായണ കാവ്യം ഉണ്ടല്ലോ, സുഗേയം. കഥയോ രാഘവീയം. കർത്താവാരാ? തുഞ്ചത്തുളവായ ദിവ്യൻ, തുഞ്ചത്തെഴുതശൻ. ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ, ചൊല്ലണതോ സാമാന്യ ഭക്തിരസത്തിൽ. ആനന്ദലബ്ധിക്കിനി എന്തു വേണം, ആശ്ചര്യലബ്ധിക്കിനി എന്തു വേണം എന്നും ആവാം, തെറ്റൊന്നുമില്ല. ആ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണവും മഹാഭാരതമൊക്കെ വായിക്കുമ്പോൾ ആശ്ചര്യം തന്നെ തോന്നാൻ മനസ്സിലായി, ഒരു സംശയമില്ല. അപ്പോൾ ആശ്ചര്യമായിട്ട് അന്യനോ കേട്ടിരിക്കും, എന്നാലോ ഇതൊക്കെ ചെയ്താലും ചിലവരുണ്ടാവും ബാക്കി, കേട്ടാലും ഇങ്ങറിയില്ലൊട്ടുമന്യൻ. വേറെ ചിലവരുണ്ട്, അവർക്ക് ഇതൊന്നുമില്ല, ഈ വക ഫീലിംഗ് ഒന്നുമില്ല. അവരെ കൊണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടായിരിക്കാനേ പറ്റില്ല, എന്നൊരു ശബ്ദം അവരുടെ നാവുമെന്ന് പൊന്തില്ല. അങ്ങനത്തെ ചില ജന്തുജന്മങ്ങളും ഉണ്ട്. അത് കിട്ടും. എന്നാലും അദ്ദേഹം പരാമർശിച്ചു എന്ന് മാത്രം കൃഷ്ണൻ, ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഭഗവാൻ വ്യാസൻ്റെ വാക്കുകൾ തന്നെ കൃഷ്ണനിലൂടെ പറഞ്ഞതാണ്, 2-ാം അധ്യായത്തിലുള്ളത്. ഞാൻ ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ആശ്ചര്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. പിന്നെ ഇത് കണ്ടവരും അതാ പറയണം, ഭഗവത്ഗീതയിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭഗവാന്റെ നമ്മൾ ഈ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹമല്ലേ പോയി കാണുള്ളൂ വിഭൂതിയായിട്ട്. നമുക്ക് ഗുരുവായൂരപ്പനും എന്താ പറയുക ചോറ്റാനിക്കര അമ്മയും അല്ലെങ്കിൽ തിരുപ്പതി ദേവനും എന്താ പറയുക നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഭഗവാനും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അനന്തശയനമൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളൂ. അതൊക്കെ ആ വിഭൂതിയുടെ, ഭഗവാന്റെ വിഭൂതിയുടെ ഒരു റെപ്ലിക്കയാണ്, ഒരു ഭാഗമാണ്. അത് കണ്ടിട്ടാണ് നമ്മൾ എന്ന് പറയണത്. അർജുനൻ അവിടെ എന്താ കണ്ടേ? വിശ്വരൂപം തന്നെയാണ് കണ്ടത്, ഭഗവാന്റെ വിഭൂതി തന്നെയാണ് കണ്ടത്. അത് കണ്ടിട്ടാണ് 10-ാം അധ്യായത്തിലെ വിഭൂതി, ഭഗവാന്റെ വിശ്വരൂപം കണ്ടിട്ട്, അതാണ് ശരിക്കും വിഭൂതി യോഗം എന്ന് പറയുന്നത്. അതാണ് ആ ഭഗവാന്റെ വിഭൂതി കണ്ടിട്ട് 10-ാം അധ്യായത്തിൽ കാണിച്ചു കൊടുത്തിട്ട് 11-ാം അധ്യായത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? ആ വിശ്വരൂപം 11-ാം അധ്യായത്തിൽ കണ്ടപ്പോൾ എന്താ അദ്ദേഹം പറയണം? വിഭൂതിയൊക്കെ വർണ്ണിച്ചു 10-ാം അധ്യായത്തിൽ, ഞാൻ ഇതാണ് അതാണ് അതാണെന്നൊക്കെ പറഞ്ഞു. ഇതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു ഭഗവാൻ പറഞ്ഞതൊക്കെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. 11-ാമത്തെ അധ്യായത്തിൽ എന്തായിരുന്നു അർജുൻ്റെ റിയാക്ഷൻ അത് കണ്ടപ്പോൾ? ആഖ്യാഹിമേകോ ഭവാനുഗ്രഹരൂപോ നമോസ്തുതേ ദേവവരപ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ആഖ്യാഹിമേകാ ഭവാൻ അനുഗ്രഹരൂപ ചൊന്നാലുമാരങ് അതിഘോരരൂപൻ. ആഖ്യാഹിമേക ഭഗവാൻ ഉഗ്രരൂപ, ഭഗവാന്റെ അങ്ങയുടെ ഈ ഉഗ്രരൂപം ഉണ്ടല്ലോ, അസാമാന്യ രൂപം. ആഖ്യാഹിമേകോ, ഒന്ന് പറഞ്ഞു തന്നാലും, ഒന്ന് വ്യാഖ്യാനിച്ചാലും. ചൊന്നാലുമാരങ് അതിഘോരരൂപൻ. ഈ ഘോരരൂപം ആരാ അങ്ങ്? ഒരു പിടി കിട്ടണില്ലല്ലോ, ഇതേവരെ പറഞ്ഞ ആളൊന്നും അല്ലല്ലോ. നമോസ്തുതേ ദേവവരപ്രസീദ, തുഴം പ്രസാദിക്കുക ലോകനാഥ. ലോകനാഥ മനസ്സിലായി ഇപ്പോൾ ആരായിരുന്നു എന്നോട് ഈ തമാശ പറഞ്ഞ് നിന്ന് തോളത്ത് കൈയൊക്കെ ഇട്ടിട്ട് സംസാരിച്ച് ഞാൻ ആരോടായിരുന്നു? ഈശ്വര ഭഗവാനെ മാപ്പ്. ആരായിരുന്നു അങ്ങ്? തുഴം പ്രസീദിക്കുക ലോകനാഥ, പ്രസാദിക്കുക ലോകനാഥ. നമോസ്തുതേ ദേവവരപ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം. ആദ്യം ഭവാനെ തിരിയേണമേമേ. ആദ്യം ഒന്ന് പറഞ്ഞല്ലോ ആരാന്ന്. വിജ്ഞാതും ഇച്ഛാമി ഭവാന്തമാദ്യം. അങ്ങനെ ആദ്യം എന്തൊക്കെ എവിടെ നിന്നത് തുടങ്ങണം, എവിടെ അവസാനിക്കണം? നോർത്ത് ഏതാ, ഈസ്റ്റ് ഏതാ, വെസ്റ്റ് ഏതാ, സൗത്ത് ഏതാ? ഒരു പിടിയും കിട്ടണില്ലല്ലോ, ദിക്കുമുട്ടി നിൽക്കുകയുള്ളൂ ഞാൻ.
ഒന്ന് പറഞ്ഞു തരുമോ? വിജ്ഞാതും ഇച്ഛാമി ഭവാന്തമാദ്യം. ഭവാൻ അദ്യൻ ഭവാനെ തിരിയണമേമൻ. ഇതിനെ മനസ്സിലാക്കണം എന്ന് പറയാൻ കാരണം, നഹി പ്രജാനാമി തവ പ്രവൃത്തിം, നഹി പ്രജാനാമി തവ പ്രവൃത്തിയും. എനിക്ക് അങ്ങടെ ഈ ഈ രീതിയും പ്രോഗ്രാമൊന്നും ഒരു പിടി കിട്ടുന്നില്ല. നഹി പ്രജാനാമി തവ പ്രവൃത്തിയും, ഇതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. എന്താ ഇപ്പം ഞാൻ കണ്ടേ? തിരിഞ്ഞിടുന്നില്ല ഭവൽ പ്രവൃത്തി. എന്താണ് അത് നിങ്ങളുടെ പ്രവൃത്തി എന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ആശ്ചര്യമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക കാണുന്നതല്ലാണ്ട് ഒന്ന് പറഞ്ഞൊരു ഭഗവാനെ. അപ്പം അതാണ് ഗംഭീര, ഗംഭീരമായിട്ടുള്ള രൂപം നടത്തും. മനസ്സിലായില്ലേ? ലളിതാ സഹസ്രനാമത്തിലും ഈ നാമം വരുന്നുണ്ട്, ഗംഭീരൻ എന്നുള്ള നാമം വരുന്നുണ്ട്. ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുപാ. ദേവിയും ഗംഭീര രൂപമാണ്. എല്ലാ ദേവന്മാരും, നമ്മളുടെ എല്ലാ ദേവന്മാരും ദേവിമാരും ഒക്കെ ഗാംഭീര്യത്തോട് കൂടിയിട്ടുള്ള രൂപമല്ലേ അല്ലേ? കണ്ട തന്നെ നമുക്കിങ്ങനെ ഇങ്ങനെ കണ്ണ് കുളിരില്ലേ? എന്താ അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് അറിയാത്തൊരു ഭാവത്തില്ല എല്ലാ ദേവന്മാരും ദേവിമാരുടെയൊക്കെ നിപ്പ്. ലളിതാമ്പയുടെയൊക്കെ ആ ചിത്രം നോക്കൂ, മഹിഷാസുരമർദ്ദിനിയായിട്ട് വന്ന് നോക്കൂ, അന്നപൂർണേശ്വരിയുടെ പുസ്തകത്തെ നോക്കൂ, കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാ അന്നപൂർണേശ്വരി, ആ ഒരു സ്വരൂപം നോക്കൂ. മഹിഷാസുരമർദ്ദനത്തിൻ്റെ സ്വഭാവം നോക്കൂ, ആ രൂപം നോക്കൂ. സരസ്വതി ദേവിയുടെ നോക്കൂ, ലക്ഷ്മി ദേവിയുടെ നോക്കൂ. ഏതെടുത്ത് നോക്കിക്കോളൂ. ശിവൻ്റെ നോക്കിക്കോളൂ, രുദ്രരൂപം നോക്കിക്കോളൂ, സൗമ്യരൂപം നോക്കിക്കോളൂ. എന്താ ഗാംഭീര്യം! അപ്പോൾ നമ്മളുടെ സനാതന ധർമ്മത്തിൽ ഉള്ള വേദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച ഉപനിഷത്തുകളിൽ നിന്ന് ഉത്ഭവിച്ച ഈ വക പുരാണ ചിത്രങ്ങളെല്ലാം തന്നെ, കഥാരൂപത്തിൽ എഴുതിയിട്ടുള്ളതെല്ലാം തന്നെ ഭഗവാന്റെ ഗാംഭീര്യത്തെ വെളിപ്പെടുത്താൻ മാത്രം എഴുതിയിട്ടുള്ളതാണ്. ഗാംഭീര്യമല്ലാണ്ട് വേറൊരു അനുഭൂതി നമുക്ക് അന്ന് കിട്ടില്ല. വൗ ഫീലിംഗ്. മനസ്സിലായോ? അടുത്ത നാമം 544 ഗഹന. ഗഹന എന്ന് വെച്ചാൽ മുകളിൽ പറഞ്ഞ അർത്ഥം തന്നെ, ഈ ഗംഭീര എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെയാണ് ഗഹന എന്നുള്ളത്. സിനോണിംസാണ്. ആർക്കും ഉള്ളിലേക്ക് കടന്ന് ചെല്ലാൻ പറ്റാത്തവൻ അർത്ഥം. പെട്ടെന്ന് അത്ര അങ്ങോട്ട് ഓടിക്കയറാൻ പറ്റുന്നില്ല. ചാഞ്ഞു കിടക്കണ മരമല്ല അതിൻ്റെ മുകളിൽ ഓടിക്കയറാൻ. ഇംഗ്ലീഷിൽ പറയില്ലേ സാഹിബ്മാർ, ഹാർഡ് നട്ട് ടു ക്രാക്ക്. അപ്പോൾ ഉപനിഷത്തുകൾ അറിയാൻ സാധിക്കാത്ത വസ്തു എന്നാണ് പറയണത്. പെട്ടെന്ന് അങ്ങോട്ട് അതിന് മനസ്സിലാക്കാൻ പറ്റില്ല. അഗ്രാഹ്യം, മനസ്സിലാവില്ല. ശിഷ്യന്മാരോടൊക്കെ മനസ്സിലായോ എന്ന് ചോദിച്ചാൽ അവർ മനസ്സിലായി എന്നും പറയും, മനസ്സിലായില്ല എന്നും പറയും. ആകെ ഒരു കൺഫ്യൂഷനാണ്. നാഹം മന്യേ സുവേദേതി നോന വേദേതി വേദച. മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നണട്ടോ. പക്ഷേ അങ്ങനെ മനസ്സിലായില്ലേന്ന് ചോദിച്ചാൽ മനസ്സിലാവും ചെയ്തു. മനസ്സിലായോ എന്നങ്ങോട്ട് ചോദിച്ചാൽ മനസ്സിലായിട്ടില്ല. ഇനി ഇങ്ങനെയുള്ള സംശയാസ്പദമായിട്ടുള്ള വാക്കുകളാണ് ശിഷ്യന്മാരുടെ നാവുമിൽ നിന്ന് ഗുരുനാഥനോട് മറുപടി കൊടുക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചതിൻ്റെ മറുപടിയാണുള്ളത്. നാഹം മന്യേ സുവേദേതി, ഞാൻ മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ മനസ്സിലായില്ല എന്ന് വെച്ചാൽ മനസ്സിലാവും ചെയ്തു, കുറച്ചൊക്കെ മനസ്സിലാവും ചെയ്തു. മനസ്സിലായോ? അപ്പോൾ അതാണ് ഗഹനമായിട്ടുള്ളതാണ്. ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്ന് എല്ലാം അങ്ങോട്ട് മനസ്സിലാക്കാൻ അത്ര എളുപ്പത്തിൽ പറ്റില്ല. ഉപനിഷത്തിൽ അങ്ങനെ പറഞ്ഞു, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്, പറ്റാത്തത്. അപ്പം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു വസ്തുവാണ് ഭഗവത്സ്വരൂപം എന്നാണ്. പിന്നെ അതെന്തിനാ? വാട്ട് ഫോർ? ഇത് കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല, യാതൊന്നിനും പറ്റില്ല. എങ്കിൽ ഇത് യൂസ്ലെസ് അല്ലേ? നമുക്ക് എന്താ കൊണ്ട് ഗുണം? അവൻ ഇത്ര വലിയ സാധനം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തിനാ മഹോമഹാൻ അണോരണീയൻ മഹതോമഹീയൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യം? വാട്ട് ഈസ് ഇറ്റ്സ് വാല്യൂ ടു യു ആൻഡ് മീ? അങ്ങനെ ഒരു ഉപകാരം ഇല്ലാത്തൊരു യൂസ്ലെസ് വസ്തു. ഓഫ് വാട്ട് വാല്യൂ ഇസ് ഇറ്റ് ടു അസ്?
ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വസ്തുവിൻ്റെ മൂല്യമുണ്ടാകുന്നത് എങ്ങനെയാണ്? എങ്ങനെ ഒരു വസ്തുവിന് മൂല്യം കൽപ്പിക്കാം നമ്മൾ? തീരെ അപ്രാപ്യമായൊരു വസ്തുവിന് നമ്മളൊരു മൂല്യം കൽപ്പിക്കാറില്ല. കാരണം അതിനെന്ത് വാല്യൂ ഉള്ളത്? യൂസ്ലെസ്. അപ്പം അങ്ങനെ തീരെ അപ്രാപ്യമായ, എന്തുകൊണ്ടും അപ്രാപ്യമായ വസ്തു, ഇമ്പോസിബിൾ ടു അച്ചീവ്, ഒരു ഇമ്പോസിബിലിറ്റി വേണം അവിടെ. എന്നാൽ പറയുന്നത് ശരിയാ, ഇറ്റ് ഈസ് യൂസ്ലെസ്, ഇറ്റ് ഈസ് വാല്യൂലെസ്. ഇൻവാല്യൂബിൾ അല്ല, വാല്യൂലെസ്. പക്ഷെ ആ വാല്യൂലെസ് ഇൻവാല്യൂബിൾ ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? മൂല്യാതീതമായിട്ട് മാറുന്നത്, മൂല്യമില്ലാത്ത വസ്തു, ഒരു യൂസ്ലെസ് വസ്തു വാല്യൂബിൾ കഴിച്ചിട്ട് ഇൻവാല്യൂബിളായിട്ട് മൂല്യവസ്തു, അമൂല്യ വസ്തു, മൂല്യമല്ല അമൂല്യ വസ്തു ആയിട്ട് മാറുന്നത് എന്താ? എങ്ങനെയാ? പ്രാപ്യമാകാൻ അസാരം ബുദ്ധിമുട്ടുകളുണ്ടാവണം, എന്നാലാണ് അത് അമൂല്യ വസ്തു ആവുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ മൂല്യം കൂടുക. പ്രാപ്യമാകും, പക്ഷെ അത് എളുപ്പമല്ല. അതാണ്. മാങ്ങ മുകളിൽ ഇങ്ങനെ നിൽക്കണു, ഞാൻ 6 അടി ഉണ്ട്, എൻ്റെ കൈയൊരു 2 അടി 3 അടി പൊക്കം, ഞാനൊരു 6 അടി പൊക്കം, കൈയൊരു 3 അടി പൊക്കം, 6 3 9 അടി. പക്ഷെ മാങ്ങ 10 അടിയിലാണ് നിൽക്കണത്. സാധാരണഗതിയിൽ എൻ്റെ ഹൈറ്റ് പ്ലസ് എൻ്റെ കൈയിൻ്റെ ഹൈറ്റും കൂടി ആകുമ്പോൾ 9 അടിയേ ഉള്ളൂ. എനിക്കത് പൊട്ടിക്കാൻ പറ്റില്ല, അപ്രാപ്യമാണ്. പക്ഷെ എന്ന് വിചാരിച്ച് ഒരടി വ്യത്യാസമുള്ളതിനെ പിടിക്കാൻ, അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പിടിക്കണ്ട, പുളിങ്കൊമ്പത്ത് പിടിച്ച പോലെയാവും. അത് പിടിച്ചാൽ ഒന്നും പിടിക്കണ്ട, വേറെ ഒന്നും പിടിക്കണ്ട, അത് കിട്ടും. അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന ഈ ഒരടി വ്യത്യാസമേ ഉള്ളൂ എനിക്ക് കാണാനായിട്ട്, പിടിക്കാനായിട്ട്. എനിക്ക് ശ്രമിച്ചാൽ കിട്ടില്ലേ? ഞാനൊന്ന് തള്ളവരലിൻ്റെ മുകളിൽ അങ്ങനെ ഇല്ല പോരെ, ഭസ്മാസുരൻ തപസ് ചെയ്ത പോലെ ഒന്ന് കാലം കൊണ്ട് പൊക്കിയാൽ പോരെ. എന്നാലും അതെ, എന്നാലും കിട്ടില്ല കേട്ടോ. എന്നാലും അതെ, 4 ഇഞ്ച് പൊക്കത്തിൽ പിന്നെ നിൽക്കുക. എന്നാ ഒന്ന് ചാട്, ഒന്ന് ചാടിയാൽ കിട്ടി ഇല്ലേ? അപ്പം എന്താ? അപ്രാപ്യമായിട്ടുള്ള വസ്തു സാധാരണക്കാർക്കും സാധാരണഗതിയിലും അപ്രാപ്യമായിട്ടുള്ളത് ഒന്ന് പരിശ്രമിച്ചാൽ കിട്ടും. നല്ലോണം ഒന്ന് പരിശ്രമിച്ചാൽ കിട്ടും. കൈ പൊക്കിയാൽ പോരാ, തള്ളവരലിൻ്റെ മുകളിൽ കുറച്ച് നേരം നിന്നാൽ പോരാ, ചാടും വേണം, എന്നാലേ കിട്ടുള്ളൂ. ഇതൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും കിട്ടും. അതിനെയാണ് പ്രൈസ്ലെസ്, വാല്യൂലെസ്, ഇൻവാല്യൂബിൾ, മൂല്യം, അമൂല്യം എന്നൊക്കെ പറയണത്. അങ്ങനെയല്ലേ സാധനങ്ങളുടെ മൂല്യം നമ്മൾ കണക്കാക്കുക? അപ്പം അപ്രാപ്യം എന്ന് പറഞ്ഞാൽ പ്രാപ്യമല്ലാത്തതെന്നല്ല, അപ്രാപ്യമാണ്. പക്ഷേ ബിഗ് ബട്ട് എന്താ ബട്ട്? മൂട്ടിൽ തഴമ്പ് വരണം കുട്ടിയെ, ഇല്ലെങ്കിൽ മൂക്ക് വിശർക്കണം, എന്നാലേ അത് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? നല്ല ക്ഷമ വേണം, ഇരുന്ന് മൂട്ടിൽ തഴമ്പ് വരണം, മൂക്ക് വിശർക്കണം, ആലോചിച്ചുണ്ടാക്കണം. ഭക്തിയോഗ ആയാലും ശരി, ഏതായാലും ശരി, മൂക്ക് വിശർക്കണം. ഭഗവാനോടുള്ള താതാത്മ്യം പ്രാപിക്കാൻ മൂക്ക് വിശർക്കണം, എന്നാലേ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ യാതൊരു വഴിയില്ല. നിങ്ങൾക്ക് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല എന്ന് പറയണം ഉപനിഷത്തുകൾ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഉണ്ടാവാം, സമ്പത്തുണ്ടാവാം, പിന്നാലെ ആൾക്കാർ സ്തുതിപാഠകന്മാരുണ്ടാവാം, ജനിച്ച കുലം വലിയ കുലമായിരിക്കാം, ധാരാളം സമ്പത്ത് കയ്യിലുണ്ടാവാം. ഇതൊന്നും കൊണ്ടും ആ സാധനം, ആ മാങ്ങ പറിക്കാൻ പറ്റില്ല. കൈവല്യോപനിഷത്തിൽ പറയുന്നുണ്ട്, ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേനേകേന മൃതത്വമാനശൂ. ന കർമ്മണ ന പ്രജയാ ധനേന. നമ്മളുടെ ജനനം കൊണ്ടോ, നമ്മളുടെ സ്റ്റാറ്റസ്, നമ്മളുടെ ലോകത്തിലുള്ള പ്രവൃത്തികളെ കൊണ്ടോ, ഞങ്ങളുടെ ആക്ഷൻസിനെ കൊണ്ടോ, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ ഹിമാലയ പർവ്വതം ഡയറക്ഷൻ മാറ്റിയിട്ട് തെക്ക് വടക്ക് എന്നുള്ളത് കിഴക്ക് പടിഞ്ഞാറാക്കി വെച്ചു, ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതൊക്കെ നിങ്ങളുടെ ഫിസിക്കൽ. മൗണ്ട് എവറസ്റ്റ് കീഴ്പ്പെടുത്തി, ചന്ദ്രനിലേക്ക് പോയി, ഇതൊക്കെ പറയാം നിങ്ങൾക്ക്. ന കർമ്മണ ന പ്രജയ. പിന്നാലെ ആൾക്കാരുണ്ട്, ധാരാളം ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ, മൂടുതാങ്ങികൾ, സ്തുതിപാഠകന്മാർ ധാരാളമുണ്ട്. അതുകൊണ്ടും കാര്യമില്ല. അത് എണ്ണീട്ടൊന്നുമല്ല ഭഗവാനെ മാങ്ങ പൊട്ടിക്കാൻ പറ്റണത്. പിന്നെന്താ?
ന കർമ്മണ ന പ്രജയ ന ധനേന ത്യാഗേന ഏകേന അമൃതത്വമാനശു. പട്ടയാണ്. അതാണ് ഭട്ട് എന്ന് പറയുന്നത്. പ്രാപ്യമാകും എപ്പോ? ത്യാഗേന ഏകേന അമൃതത്വമാനശു. ത്യാഗം കൊണ്ട് മാത്രം, ബൈ റിനൗൺസിങ് ഓൺലി. ത്യജിക്കാൻ തയ്യാറാണോ? അല്ലാത്തവർക്ക് കാണാൻ പറ്റില്ല. വിമൂഢ നാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. വിമൂഢന്മാർക്ക് കാണാൻ പറ്റില്ല. അർജുന 15-ാം അധ്യായത്തിൽ പറയും. എൻ്റെ സ്വരൂപത്തിനെ കുറിച്ച് അറിയാനോ കേൾക്കാനോ കാണാനോ വിമൂഢന്മാർക്ക് പറ്റില്ല. പറ്റും. ആർക്ക്? പശ്യന്തി ജ്ഞാനചക്ഷുഷ. അതിനുള്ളൊരു പ്രത്യേക കണ്ണ് വേണം, ഒരു പ്രത്യേക കണ്ണുണ്ടാവണം അത് കാണാൻ, ഇനി അതറിയാൻ. വിമൂഢാനാനുപശ്യന്തി എന്നാ പറയാം. ആരാ വിമൂഢന്മാർ? മൂഢന്മാരാരാ? അതിരിക്കട്ടെ, എന്നിട്ട് പറയാം വിമൂഢനാരാന്ന്. ബാഹ്യവസ്തുക്കൾ എന്താണെന്ന് അറിയാത്തവരല്ലേ മൂഢന്മാർ? ലോകജ്ഞാനം ഇല്ലാത്തവരല്ലേ മൂഢന്മാർ? പുറം ലോകത്തിലുള്ള അതിനെക്കുറിച്ച് യാതൊരു ജ്ഞാനവും ഇല്ല അല്ലേ? എന്താണെന്ന് കണ്ടറിയില്ല. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടറിയില്ല. ഇതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ല. ലോകനീതി എന്താണെന്ന് അറിയില്ല, ലോകപരിചയമില്ല, ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല, എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെയാണ് പൈപ്പ് തുറന്നാൽ വെള്ളം വരണമെന്ന് അറിയില്ല. ഇവരല്ലേ മൂഢന്മാരെന്ന് പറയാം. ഭൗതികമായിട്ടുള്ള അവനവൻ ദിവസം ദിവസം ഡീൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ല. എത്ര ആൾക്കാരുണ്ട് അങ്ങനെ ഇല്ലേ? ഇന്നും ഇവിടെ അങ്ങോട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് അങ്ങോട്ട് കത്തി പ്രകാശം വന്നാൽ ഇപ്പോഴും ഹൈ എന്ന് പറഞ്ഞ് ആശ്ചര്യമായിട്ട് നിൽക്കണ നാട്ടിൻപുറത്തുള്ള ആൾക്കാരില്ലേ? അങ്ങനെ ഒന്നും എന്താ ഇവിടെ അങ്ങോട്ട് പിടിച്ച എന്താ അമർത്തിയപ്പോൾ ഇവിടെ ഒന്നും ലൈറ്റ് കത്തി, എന്തുട്ടത് ചോദിക്കണവരില്ലേ? ഒന്നുമില്ലേ? അവരെന്താ വിളിക്കുക? ദേ ആർ ഫൂൾസ്, മൂഢന്മാർ. ബാഹ്യലോകവും ലോകനീതിയും ലോകത്തിലുള്ള കാര്യങ്ങളും ഒന്നും അറിയാത്തവരെ നമ്മൾ ലോകത്തിലെ ലൗകിക ഭാഷയിൽ നമ്മൾ എന്താ വിളിക്കുക? മൂഢന്മാരെന്ന് വിളിക്കുന്നു. അപ്പോൾ വിമൂഢന്മാരാരാ? വിശേഷണ മൂഢ, ഡോക്ടറേറ്റ്സ് ഇൻ മൂഢ. അതാരാ വിമൂഢൻ? ഒരു പ്രത്യേക മൂഢനാ, വിശേഷപ്പെട്ട മൂഢനാ. അവനെന്താ മൂഢനെന്താ? ലോകം അറിയില്ല എന്നുള്ളൂ. വിമൂഢന് അവൻ ആരാന്ന് അവനറിയില്ല. ലോകജ്ഞാനം ഉണ്ടായാൽ പോലും അവൻ ആരാണെന്ന് അവനറിയില്ല. അവനാണ് വിമൂഢൻ. തന്നെ തന്നെ സ്വയം അറിയാത്തവൻ. ലോകത്തെ അറിയാത്തവൻ മൂഢൻ, തന്നെത്താൻ താനെ അറിയാത്തവൻ വിമൂഢൻ. ലോകം മുഴുവൻ കരസ്ഥമാക്കിയിട്ട് എന്താ കാര്യം? അവനാണ് ആരാന്ന് അറിയണ്ടേ? ഓഫ് വാട്ട് അവൈൽ ഇസ് ഇറ്റ് if one gains the whole world and loses himself? അവൻ ആരാന്ന് അറിയില്ല. അവൻ ഞാൻ ആരാണ് എന്നുള്ളതിന് അവന് ആൻസർ ഇല്ല. ആൻസർ ഉണ്ട് അവന്. ഞാനല്ലാത്ത മറ്റെല്ലാം ഞാനാണെന്ന് പറഞ്ഞ് നടക്കുന്നവൻ അങ്ങനെ ധരിക്കുക. ഞാൻ അല്ലാത്ത മറ്റെല്ലാ സാധനവും ഞാനാണ് എന്ന് പറഞ്ഞ് ധരിച്ച് നടക്കുക. തെറ്റിദ്ധാരണ വെച്ച് നടക്കുക. ഞാൻ എന്നുള്ളത് മാത്രം അറിയാതെ മറ്റതെല്ലാം ഞാനാണ്. ഐ എം മൈ ബോഡി, ഐ എം മൈ മൈൻഡ്, ഐ എം മൈ ഇന്റലക്ട്, ഐ എം ദ ഇന്ദ്രിയാസ്, ഐ എം ദ സെൻസസ്, ഐ എം ദ ഫുഡ്, ഐ എം ദ ദിസ്, ഐ എം ദ ദാറ്റ്, ഐ എം ദ ദിസ്. എല്ലാം ഞാനാണ്, എല്ലാം ഞാനാണ്. എൻ്റെ വീട് ഞാനാണ്, ഭാര്യ ഞാനാണ്, കുട്ടികൾ ഞാനാണ്, സംസാരം ഞാനാണ്, എല്ലാം ഞാനാണ്. നീ അല്ലാത്തത് എന്തൊക്കെയാണോ അതൊക്കെ നീയാണ് എന്ന് ധരിച്ച് നടക്കുക. നീ ശരിക്കില്ല, നീ ആരാന്ന് അറിയാതെ നടക്കുക. തെറ്റിദ്ധാരണ. അപ്പോൾ നിന്നെ കുറിച്ച് നിനക്ക് അറിവില്ല, നീ അജ്ഞാനം കൊണ്ടിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഈ അറിവില്ലായ്മയും അതിൽ നിന്നുണ്ടാകുന്ന പരിണിത ഫലങ്ങളും കോൺസിക്വൻസസും ത്യജിക്കണം. അതാണ് വേണ്ടാക്കുന്നത്. നിന്റെ ഈ അറിവില്ലായ്മ കളയാ ആദ്യം തന്നെ. ഈ അറിവില്ലായ്മയാണ് നിന്റെ അഹങ്കാരം. മനസ്സിലായില്ലേ? നീ അല്ലാത്ത ആരോ ആണ് നീ എന്നുള്ള ധാരണ തന്നെ. മനസ്സിലായോ? രാജാവിൻ്റെ വേഷം കെട്ടി
പുറത്തേക്ക് വന്നാലും നീ രാജാവാണെന്നാണ് എൻ്റെ വിചാരം. എന്ത് ചെയ്യും? അതുപോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങിയാലോ? എന്താ കുട്ടപ്പ അത്? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നീ രാജാവ് അത് കഴിഞ്ഞില്ലേ? അതോടുകൂടി കഴിഞ്ഞില്ലേ? ആ ആഫീസ് കൂട്ടിയില്ലേ? ആ അധ്യായം കഴിഞ്ഞില്ലേ? പുറത്ത് വന്നിട്ട് നീ രാജാവെന്ന് പറഞ്ഞാലോ? അതുപോലെ പെരുമാറിയാലോ? വീട്ടിലുള്ളവരോട് നാട്ടിലുള്ളവരോടൊക്കെ ഞാൻ ആരാന്നാ വിചാരിച്ചത്? നിങ്ങൾ ഈ അഹങ്കാരം വെച്ച് പെരുമാറി കൊള്ളാവുന്നതാണോ? അപ്പോൾ രാജാവിൻ്റെ വേഷം അവിടെ ത്യജിക്കണ്ടേ? നീ രാജാവാണെന്ന് എൻ്റെ തെറ്റിദ്ധാരണയല്ലേ? നീ രാജാവ് അല്ലല്ലോ. നീ അല്ലല്ലോ രാജാവ്. രാജാവ് നീ ഒരു വേഷം കെട്ടുകയല്ല. നിന്റെ റോളല്ലേ രാജാവ്. നിന്റെ വേഷമല്ലേ രാജാവ്. നീ അല്ലല്ലോ രാജാവ്. നിന്റെ ഒരു വിഭൂതിയല്ലേ ശരീരം. നിന്റെ ഒരു വിഭൂതിയല്ലേ മനസ്സ്. നിന്റെ ഒരു വിഭൂതിയല്ലേ നിൻ്റെ ബുദ്ധി. ഞാൻ എൻ്റെ മനസ്സാണ്, ഞാൻ എൻ്റെ ബുദ്ധിയാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധിയാണ്. മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു അവിയൽ പരുവത്തിലാക്കിയ ഒരു കൂട്ടാനാണ് ഞാൻ. ഇന്ന് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അത് അന്ധവിശ്വാസമല്ലേ കൂട്ടാ? അത് കളയ. ത്യാഗേന ഏകേന അമൃതത്വമാനശു. അപ്പോൾ വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. അതാണ് ത്യജിക്കേണ്ടത്. അപ്പം ഇന്ന് നിനക്ക് ഭഗവത് സ്വരൂപം എന്ന് പറയുന്നത് ഒരു അവ്യക്തമായിട്ടുള്ള വസ്തുവാണ്. ഭഗവാനോ? വിച്ച് ഗോഡ്? അങ്ങനെയൊന്നുമില്ലല്ലോ ആരും ഇവിടെ. എവിടെ ഭഗവാൻ? അവ്യക്തമാണ്. നിനക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്താണെന്നൊരു വ്യക്തമായിട്ടുള്ളൊരു പിടി കിട്ടിയിട്ടില്ല. യു ആർ നോട്ട് ക്ലിയർ. യു ആർ വെരി ക്ലൗഡി ഇൻ യുവർ മൈൻഡ്. എന്തോ ഒരു മൂടിക്കെട്ടുണ്ടെന്ന് എൻ്റെ മനസ്സിൽ. അപ്പം അവ്യക്തമായ ഭഗവാനെ വ്യക്തമാക്കി മനസ്സിൽ പ്രതിഷ്ഠിക്കണം. അതാണ് ആവശ്യം. അത് പ്രതിഷ്ഠിക്കാൻ ടുഡേ എന്ന് നമുക്ക് വി ഡു നോട്ട് നോ ഹൂ ഇസ് ഗോഡ്, വാട്ട് ഈസ് ഗോഡ്. എങ്ങനെ പ്രതിഷ്ഠിക്കും? ഭഗവാനെ മാത്രം എനിക്കറിയില്ല. മറ്റുള്ള പദാർത്ഥങ്ങളെല്ലാം ഞാൻ ഐ എം എ മാസ്റ്റർ ഓഫ് ഓൾ തിങ്സ് ഇൻ ദ വേൾഡ്. എല്ലാം എനിക്കറിയാം. ലോകത്തിലുള്ള എല്ലാ വസ്തുവും അറിയാം. റവ ലഡ്ഡു എന്താണെന്നറിയാം, മൈസൂർ പാക്ക് എന്താണെന്നറിയാം, അവിയൽ എന്താണെന്നറിയാം, ഹിസ്റ്ററി എന്താണെന്നറിയാം, ജോഗ്രഫി എന്താണെന്നറിയാം, ഫിസിക്സ് എന്താണെന്നറിയാം, കെമിസ്ട്രി എന്താണെന്നറിയാം. ഇതെല്ലാം അറിയാം. മാത്രമല്ല ചിലയിട്ടിലൊക്കെ നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. എക്കണോമിക്സ്, യെസ്, ജെം. സോഷ്യോളജി, സൂപ്പർ ജെം. ഇതൊക്കെ അറിയാം. വാട്ട് ഈസ് ഗോഡ്? വാട്ട് ഈസ് ഗോഡ്? വിച്ച് ഗോഡ്? വേർ ഗോഡ്? അപ്പോൾ എന്താ, ഈ ദൈവത്തിനെ കുറിച്ച് നമുക്കൊരു വ്യക്തതയില്ല. എന്താണ് അദ്ദേഹത്തിനൊരു പിടിയില്ല. അപ്പം അവ്യക്തത്തിൽ ആസക്തമായ മനസ്സോടുകൂടിയവർക്ക് ഈശ്വര ദർശനം കഷ്ടമാണ്. ക്ലാരിറ്റി ഇല്ല എന്താണെന്നുള്ളത്. എന്തിനെക്കുറിച്ചാണ് കാണേണ്ടത്, എന്തിനെയാണ് കാണേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി മനസ്സിലില്ല. ഗുരുവായൂർ വിഗ്രഹം നമ്മൾ കണ്ട ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നില്ല. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓഹോ, ഇദ്ദേഹത്തിനാണ് ഞാൻ ഭാഗവതത്തിൽ വായിക്കണമല്ലേ, ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അർജുനൻ ആ വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോൾ മനസ്സിലായി, ഇതാണ് ഭഗവാന്റെ വിശ്വരൂപം അല്ലേ എന്ന് മനസ്സിലായി. ആ ഒരു വ്യക്തതയുണ്ട് മനസ്സിൽ. നമ്മുടെ മനസ്സിലൊക്കെ അവ്യക്തതയാണ്. ലോകത്തെക്കുറിച്ച് എല്ലാം അറിയാം, എല്ലാ അറിവുണ്ട്. പക്ഷെ എന്താ, സെൽഫ് അറിയില്ല, ഭഗവാനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് വിമൂഢ എന്ന് പറയാൻ കാരണം. വിമൂഢ നാനുപശ്യന്തി, എനിക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. എത്ര പ്രാവശ്യം ഈ ആശയം ഭഗവത്ഗീതയിൽ പറയണറിയോ? ഭഗവാന് ഒരു മടിയില്ല അത് വിളിച്ച് പറയാൻ. ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാ. അവ്യക്തസക്തചിത്തന്മാർക്കുണ്ടല്ലോ ക്ലേശമേറ്റവും. പച്ച മലയാളത്തിൽ അല്ലേ? അവ്യക്ത സക്തചിത്തന്മാർക്ക് ഉണ്ടല്ലോ ക്ലേശം ഏറ്റവും. വളരെയധികം ക്ലേശമുണ്ട് അവർക്ക്. എളുപ്പമല്ല, പ്രയത്നിക്കണം. മൂട്ടിൽ മുഴ വരണം, കഴമ്പ് വരണം, മൂക്ക് വിശർക്കണം. ഇതൊക്കെ ചെയ്താലേ വിമൂഢ എന്നുള്ള സ്റ്റാറ്റസ് മാറി കിട്ടുള്ളൂ. അത് ത്യജിക്കണം. വിമൂഢ സ്റ്റാറ്റസ് ത്യജിക്കുക. ഞാനല്ലാത്ത മറ്റെല്ലാം ഞാനാണ് എന്നുള്ള ഭാവം കളയെ. അഹംഭാവം അത് കളയെ. എന്താണോ നീ അത് മനസ്സിലാക്ക്. തത്വമസി, അഹം ബ്രഹ്മാസ്മി,
ആ അത് മനസ്സിലാക്കുക, നീ ആരാന്ന്, എവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത് അത് മനസ്സിലാക്കുക. ഭഗവാൻ എന്താണ്, ആരാണ്, എന്താ ഭഗവാന്റെ ഫങ്ഷൻ നിന്നിൽ? ഈ ശരീരം മുഴുവൻ പ്രവർത്തിക്കുന്നത് എൻ്റെ സയൻസാ. അതെ, അത് മനസ്സിലാക്കുക. അപ്പം അതിനറിയും. അങ്ങനത്തെവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു കുഴപ്പമില്ല. അപ്രാപ്യമല്ല, പ്രാപ്യമാണ്. അതില്ല എന്നുണ്ടെങ്കിൽ അവന് ഗഹനമായിട്ട് തന്നെ ഇരിക്കുന്നത്, അവന് മനസ്സിലാവില്ല, അത് ഡൈജസ്റ്റ് ആവില്ല. ആ വസ്തു അവൻ്റെ മനസ്സിൽ ഡൈജസ്റ്റ് ആവില്ല. ഗോഡ് എന്നുള്ളൊരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, അത് കഴിച്ചാൽ ഹി കനോട്ട് ഡൈജസ്റ്റ്. അത് ആദ്യം ഡൈജസ്റ്റീവ് പവർ ഡെവലപ്പ് ചെയ്തു വാ. ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം, 12-ാം അധ്യായത്തിലെ ശ്ലോകം കേട്ടോ, ഭക്തിയോഗത്തിലെ. അവ്യക്തസക്തചിത്തന്മാർക്കുണ്ടല്ലോ ക്ലേശമേറ്റവും. ഭയങ്കര ക്ലേശം അവർക്ക്, എളുപ്പമല്ല. പാത്രത്തിൽ അല്ല, എന്താ പറയുക, കണ്ണാടിയിൽ ചളി തുളച്ച് കളന്നെ വേണം. ധൂമേൻ ആവ്രിയതോ വന്നി യഥാദർശോ എന്ന് പറഞ്ഞില്ലേ, മലേനച്ച യഥ ഉൽഭേൻ ആവൃതോ ഗർഭസ്തദാതേനേതമാവൃതം. മൂടിക്കെട്ടിരിക്കുകയാണ് എൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് തന്നെ. ആ മൂടിക്കെട്ടിലൊന്ന് മാറട്ടെ, അതിന് പരിശ്രമിക്കുക. മാറലൊക്കെ തട്ടിക്കളഞ്ഞ് അതിൻ്റെ ചളിയൊക്കെ ഒന്ന് കളഞ്ഞ്, കണ്ണാടിയിലത്തെ ചളിയൊക്കെ കളഞ്ഞ് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ നോക്ക്. കുറച്ച് ബുദ്ധിമുട്ടിരുന്നിട്ട് വെറുതെ അങ്ങോട്ട് ഓടി വന്നിട്ട് അങ്ങോട്ട് മെക്കെട്ട് കയറാമെന്ന് വിചാരിക്കേണ്ട, എളുപ്പമല്ല അത്. അതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ഗഹന. ഓക്കെ. ഇനി 545 ഗുപ്ത. ഗുപ്ത എന്ന് വെച്ചാൽ മറയ്ക്കപ്പെട്ടവൻ എന്നർത്ഥം. മറയ്ക്കപ്പെട്ടവൻ. ഗുഹ്യ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെയാണ് ഈ ഗുപ്ത എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ രഹസ്യഭാവം വന്നത്. സാധാരണക്കാർക്ക് കാണാൻ പറ്റാത്ത വിധം മറച്ചിരിക്കുന്നു എന്നർത്ഥം. സാധാരണക്കാർക്ക് കാണാൻ പറ്റാത്തക്ക വിധം. ജ്ഞാനദൃഷ്ടിയുള്ളവന് കാണാം. വിമൂഢ നാനു പശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. ഇന്നർ ഐ, ജ്ഞാനചക്ഷു ഉള്ളവന് കാണാം. അല്ലേ? ഒരു ഇൻറ്റ്യൂഷൻ ആണ് ജ്ഞാനചക്ഷു. അതുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഭഗവാനെ തിരിച്ചറിയാൻ പറ്റും. അത് ഡെവലപ്പ് ചെയ്യും. അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക? അതൊക്കെ പറഞ്ഞുതരാം. നീ ആദ്യം ക്ലാസ്സിലേക്ക് വാ. LKG അഡ്മിഷൻ കിട്ടുക ആദ്യം, എന്നിട്ട് പറഞ്ഞുതരാം കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് ഇപ്പോൾ സ്കൂളിൽ ചേരാണ്ട് പഠിച്ചിട്ട് 10ാം ക്ലാസ്സിലെ കോഴ്സ് പറഞ്ഞൊരു ഇപ്പം അങ്ങോട്ട് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് പറ്റില്ല. അങ്ങനെ ഇപ്പം അങ്ങോട്ട് എല്ലാം ശരിയാക്കി തരാൻ പറ്റില്ല. അതിൻ്റെതായിട്ട് ചില സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് വാ, വാ. നമുക്കൊരു ധൃതിയില്ല. ഞങ്ങളിവിടെ എപ്പോഴും ഉണ്ടാവും, പേടിക്കണ്ട. ഞങ്ങളുടെ പാർട്ടി എപ്പോഴും ഇവിടെ ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിൽ വന്നു. വി ആർ ഓപ്പൺ 24/7. എപ്പോൾ നിനക്ക് നിൻ്റെ അജ്ഞാനം കളയണം, ത്യജിക്കണം തോന്നിയോ അപ്പോൾ വന്നോ. പക്ഷെ അത് കെട്ടിപ്പിടിച്ച് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് കളയാനുള്ള മനോഭാവം ഉണ്ടോ, വന്നോ. ഇതെല്ലാം നിഷ്പ്രയാസം. അതുവരെ ഇറ്റ് ഈസ് ഗഹന, ഇറ്റ് ഈസ് ഗംഭീര, ഇറ്റ് ഈസ് ഗുപ്ത. അപ്പോൾ മറയ്ക്കപ്പെട്ടവനാണ് ഗുപ്തൻ എന്ന് വെച്ചാൽ. പ്രാപിക്കാൻ കഴിയാതെ വാക്കോടുകൂടി തിരിച്ചിങ്ങോട്ട് പോകുന്നില്ലേ ഒരിക്കൽ? എല്ലാവരും കൂടി പോയില്ലേ ഒരിക്കൽ അയാളെ കാണാൻ? ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടില്ലേ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ കൂടിയിട്ട്? എന്നിട്ട് എന്ത് പറ്റി? യഥോ വാച നിവർത്തന്ത് അപ്രാപ്യ മനസാ സഹ. തൈത്തിരീയ ഉപനിഷത്തിൽ പറയണു. നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ആ മന്ത്രപ്പെട്ട്. യഥോ വാച നിവർത്തന്ത് അപ്രാപ്യ മനസാ സഹ. ഒരു പിടിയും കിട്ടാണ്ട് പൊട്ടം പൂരം കാണാൻ പോയ പോലെ ഒരു പോക്ക അങ്ങോട്ട് പോയി. ഇതാ അപ്പം പിടിച്ചോണ്ടിരാന്ന് പറഞ്ഞിട്ടൊരു പോക്ക്, ഇതപ്പം കാണിച്ചാലെന്ന് പറഞ്ഞിട്ടൊരു പോക്ക പോയി. എന്നിട്ടെന്തേ? യഥോ വാച നിവർത്തന്തേ, പോയ പോലെ തന്നെ തിരിച്ചു വന്നു. പോയവരൊക്കെ കൂടെ ഉണ്ട്, വാക്ക് ഇതൊക്കെ കൂടെ ഉണ്ട്. യഥോ വാചാ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. വാക്കും മനസ്സും കൂടി തിരിച്ച് ഇത് അങ്ങോട്ട് തന്നെ വരുന്നു. ഇത് നിങ്ങൾ ഇന്നലെ പോയിട്ട് എന്ത് പറ്റിയില്ലേ? അതൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. ഉപനിഷത്തിൽ പറയുന്നതാണ് ഇതൊക്കെ. ഇതൊന്നും ആരും ഭീഷ്മരുണ്ടാക്കിയതൊന്നുമല്ല.
വ്യാസൻ ഉണ്ടാക്കിയത് പോലെയല്ല. ഉപനിഷത്തിൽ പറയുന്ന കാര്യങ്ങൾ വ്യാസൻ ഒന്നും കൂടി ഉറപ്പിച്ച് പറഞ്ഞ് ഭീഷ്മനിലൂടെ പറയുന്നു എന്ന് മാത്രം, അല്ലെങ്കിൽ ഭഗവാനിലൂടെ പറയുന്നു എന്ന് മാത്രം. യേശ സർവേഷു ഭൂതേഷു ഗൂഢാത്മാന പ്രകാശതേ. സകല ഭൂതങ്ങളിലും അറിഞ്ഞിരിക്കുന്ന ഈ ആത്മാവ് പ്രകടമാകുന്നില്ല സാധാരണക്കാർക്ക്. യേശ സർവേഷു ഭൂതേഷു, അല്ലേ? അതിന് വല്ല സംശയമുണ്ടോ? ഏത് ഭൂതത്തിലാണ് ഭഗവാൻ ഇല്ലാത്തത്? ഏത് ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിനില്ലാത്ത? സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട. വീണ്ടും വീണ്ടും എടുത്ത് അടിവരയിട്ട് പറയണു. There is nothing in the world, there is no one in the world without his presence, the spark of existence. ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണപ്പാടായിട്ടുണ്ടാവും, അല്ലേ? ഹൃദയഗുഹയിലിരിക്കുന്നു ഭഗവാൻ ഗുപ്തനായിട്ട്, ആരും അറിയാണ്ടേ. ഞാൻ എവിടെയെങ്കിലും മൂലയിലിരുന്നോളാം, എന്താ വെച്ചാൽ പോയി കാര്യങ്ങളൊക്കെ കഴിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് ഇങ്ങനെ എനർജി കൊടുത്തുകൊണ്ടിരിക്കണതേ. നമുക്ക് ഈ കാരണപ്പാട് ഇവിടെ ഇരിക്കണതിനെ കുറിച്ച് യാതൊരു അറിവില്ല. ഇവിടെ എപ്പോൾ കയറി പറ്റി അങ്ങോട്ട് നോക്കിയാലല്ലേ പ്രശ്നമുള്ളൂ. ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കൽ നമ്മൾ എന്നോ നിർത്തി. ഹൃദയം ഈ ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻറ്റ് മാത്രമായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. വി ഓൺലി ഹാവ് എ മെഡിക്കൽ ഹാർട്ട്, വി ഡോണ്ട് ഹാവ് എ സ്പിരിച്വൽ ഹാർട്ട്. അതുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കണ്ടോ? ഇത് പമ്പിങ് സ്റ്റോപ്പായാൽ മാത്രമേ നോക്കണ്ടോ. അറ്റാക്ക് വരിക അല്ലെങ്കിൽ വല്ല സ്റ്റോപ്പേജ് വരികയൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് നോക്കണ്ടോ. അല്ലെങ്കിൽ ഹൃദയം നമുക്ക് ആവശ്യമില്ലല്ലോ, നമുക്ക് ബുദ്ധി മതിയല്ലോ. ഓ എന്താ ബുദ്ധിയുടെ വൈഭവോ, രാക്ഷസൻ, അല്ലേ? അപ്പം ഏഷ സർവേഷു ഭൂതേഷു, സർവഭൂതങ്ങളിലും എല്ലാ സമയത്തും എല്ലാ ദിക്കിലും ഗൂഢാത്മാ, ഗൂഢനായിട്ട് ആത്മാവിരിക്കുന്നു. ന പ്രകാശതേ, പ്രകാശം കാണിക്കില്ല. ഇതാ നമ്മുടെ ഉണ്ടേ എന്നുകൊണ്ട് കൈ പൊക്കില്ല. അറിയണവർക്ക് അറിയാം. ഭഗവാൻ ആത്മാവ് പ്രകടമാകുന്നില്ല എന്നർത്ഥം. അറിയാപ്പം എന്താ വഴി? എന്താ അറിയാൻ വഴി? ഉപനിഷത്ത് അതിനും എന്താ പറയുക, വഴി പറഞ്ഞു തരുന്നുണ്ട്. ജ്ഞാനപ്രസാദേന, മുണ്ടകോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ ആത്മാവിനെ അറിയാം? ജ്ഞാനപ്രസാദേന. ജ്ഞാനപ്രസാദം ഉണ്ടായാൽ മതി. ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം ഉണ്ടല്ലോ, അത് പ്രസാദിച്ചാൽ മതി. അത് വേണ്ട വഴിക്ക് തിരിച്ചു വിട്ടാൽ മതി. ജ്ഞാനം ഉണ്ടാവും നമ്മുടെ അടുത്ത്. സാമാന്യ ജ്ഞാനമുണ്ട്, ലോകത്തെ അറിയാനുള്ള എല്ലാ ജ്ഞാനവും ഉണ്ട്, ലോകത്തെ വെല്ലാനുള്ള ജ്ഞാനമുണ്ട്. അസാമാന്യ ഇൻ്റലിജൻസ് വി ഹാവ്, ബട്ട് ഇറ്റ്സ് ഓൾ മെറ്റീരിയൽ ഇൻ്റലിജൻസ്. സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഇല്ല, വിച്ച് ഇസ് കോൾഡ് വിസ്ഡം. ജ്ഞാനപ്രസാദേന. എന്താ ഈ ജ്ഞാനം? ആത്മജ്ഞാനം, ദ നോളജ് അബൌട്ട് യുവർ സെൽഫ്. അതാണ് അജ്ഞാനം, വേറൊന്നും. നേരത്തെ പറഞ്ഞില്ലേ, ഞാനല്ലാത്ത മറ്റെല്ലാ വസ്തുവും ഞാനാണ് എന്നറിയുന്ന വ്യക്തിയാണ് ഞാൻ. ഞാൻ എന്ന് വെച്ചാൽ ശരിക്കുള്ള എന്നെ അറിയാതെ മറ്റുള്ളത് ഞാൻ ഒഴികെ മറ്റുള്ള എല്ലാതും ഞാനാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുന്നവനാണ് വിമൂഢൻ. അവന് അസാമാന്യ ജ്ഞാനമുണ്ട്. ജ്ഞാനപ്രസാദേന. അതാണ് ജ്ഞാനമെന്ന് പറയുന്നത്. എന്താ? നമുക്ക് ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞ ജ്ഞാനമല്ല, അത് നമുക്ക് അറിവ് മാത്രമേ ഉള്ളൂ, ലോകത്തിനെ കുറിച്ചുള്ള അറിവേ ഉള്ളൂ. ജ്ഞാനം എന്ന് പറയുന്നത് നീ ആരാണ് എന്നുള്ള ജ്ഞാനമാണ്. അറിവില്ലായ്മയാണല്ലോ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. എന്നെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ അല്ലാത്തതൊക്കെ ഞാനാണെന്ന് പറയുന്നത്. കയറിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടല്ലേ, പിന്നെയും പറഞ്ഞു കയറും പാമ്പും. കയറിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടല്ലേ ഞാൻ പാമ്പാന്ന് പറയുന്നത്. ആ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടല്ലേ എനിക്ക് കുഴപ്പമുണ്ടാവുന്നത്. നോൺ അപ്രിഹെൻഷൻ ഓഫ് ദ റിയാലിറ്റി ക്രിയേറ്റ്സ് മിസ്അപ്രിഹെൻഷൻ. ഓർത്തു വെച്ചോളൂ. നോൺ അപ്രിഹെൻഷൻ ഓഫ് ദ റിയാലിറ്റി ക്രിയേറ്റ്സ് മിസ്അപ്രിഹെൻഷൻ. അപ്പം ഞാനല്ലാത്ത എല്ലാറ്റിനോടും ഞാൻ താതാത്മ്യം പ്രാപിക്കാൻ തയ്യാറാണ്. എന്നെ ഞാൻ മാത്രം അറിയുന്നില്ല, എന്നെ മാത്രം ഞാൻ അറിയുന്നില്ല. എന്തൊരു രസം നോക്കൂ, എന്തൊരു വിരോധാഭാസം നോക്കൂ. അപ്പം ശരിക്കും ഹൂ അറിയുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ലാന്ന്. ഞാനല്ലാത്ത വസ്തുവിനെയാണ് ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞത് അതാണ് ഞാൻ, ഇതാണ് ഞാൻ, മറ്റതാണ് ഞാൻ, മറിച്ചതാണ് ഞാൻ. ഹൂ അറിയൂ? ഐ എം എ സയൻറ്റിസ്റ്റ്, ഐ എം എ ബിസിനസ് മാൻ,
I'm an economist, I'm a socialist, I'm a communist. Hey, my simple question is, who are you, not what are you? Who are you? I don't know myself. അല്ലേ ഉത്തരം അതാണ്. ഐ ഡോണ്ട് നോ മൈസെൽഫ്, വിച്ച് മീൻസ് യുവർ പ്രോബ്ലം ഈസ് ഇഗ്നറൻസ്, അജ്ഞാനം. വാട്ട് എ പിറ്റി. ഈ അറിവില്ലായ്മയാണ് അജ്ഞാനം. ആ അജ്ഞാനത്തിനെയാണ് ത്യജിക്കൂ എന്ന് പറയുന്നത്. ത്യാഗേനേകേന. അതുകൊണ്ട് മാത്രമേ അമൃതത്വമാനശു, നിനക്ക് അമൃതത്വം കിട്ടുള്ളൂ, ഇമ്മോർട്ടാലിറ്റി കിട്ടുള്ളൂ. ദെൻ ഓൺലി യു വിൽ നോ ഹൂ യു ആർ. യു ആർ ഇൻഡീഡ് ദി ഇമ്മോർട്ടൽ. ജനനമരണമില്ലാത്ത വസ്തുവോടോ താൻ. ആ ഉള്ളിലിരിക്കുന്ന ആളുടെ അതേ ശക്തി തനിക്കുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ആരാന്ന്. അതല്ലാണ്ട് ഞാൻ ഞാഞ്ഞൂലാണ്, ഞാൻ ഉറുമ്പാണ്, ഞാൻ ബീച്ചയാണ്, ഞാൻ പൂച്ചയാണ്, എന്തിനങ്ങനെ പറഞ്ഞു നടക്കണം? അല്ലേ? അതാണ് അജ്ഞാനം. ആ അജ്ഞാനത്തിനെയാണ് ത്യജിക്കാൻ പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഗുപ്ത എന്നുള്ളത് അവിടെ നിൽക്കാം, അതോടുകൂടി നമുക്ക് നിർത്താം. ഗുപ്തമായിട്ട് അവിടെ നിൽക്കട്ടെ ഇന്നത്തെ കാര്യം. അപ്പോൾ അതാണ് നമ്മൾ ത്യജിക്കേണ്ടത്. ലളിതാ സഹസ്രനാമത്തിൽ ഈ നാമുണ്ട്. ഗോപ്തി, ഗുപ്ത എന്നുള്ളതിന് ഗോപ്തി. എന്താണ്? സൃഷ്ടികർത്തി ബ്രഹ്മരൂപ ഗോപ്തി ഗോവിന്ദരൂപിണി. ഗോപ്ത അതേ അർത്ഥം തന്നെയാണ്, ഗുപ്തമായിട്ടിരിക്കുന്നവൾ. അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. അധികം ബഹളമൊന്നും കൂട്ടില്ല, അങ്ങനത്തെ ഒരു വീട്ടമ്മയാണ്. ഒരു ബഹളവും കൂട്ടില്ല. അത് എവിടെയെങ്കിലും തെക്കടിയിലോ വടക്കണിയിലോ എവിടെയെങ്കിലും ഒരു മൂലയിൽ ചെന്നിരിക്കണ്ടാവും ചെല്ലപ്പെട്ടിയായിട്ട് മുറുകാൻ. ഗോപ്തി, സൃഷ്ടികർത്തി, സൃഷ്ടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബ്രഹ്മരൂപ, ഗോപ്തി, ഗോവിന്ദരൂപിണി. ഗോവിന്ദ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ദേവിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഏത് ലളിതാസഹസ്രം എടുത്ത് നോക്കിയാലും യോഗനാമങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഭഗവാൻ ഗുപ്തനാണ്, മിസ്റ്റർ ഗുപ്ത. മനസ്സിലായില്ലേ? അപ്പോൾ മിസ്റ്റർ ഗുപ്ത നമുക്ക് നിർത്താൻ ഇവിടെ. നാളെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം, ബാക്കിയുള്ള ശ്ലോകം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭവാനി രക്ഷിക്കണേ.